ട്രാഫിക് ജാം കൊണ്ട് ഒരു രക്ഷയില്ലാത്ത ജനങ്ങൾ പൊറുതിമുട്ടിയ ഒരു ജില്ലയാണ് തൃശ്ശൂർ. സാംസ്കാരിക തലസ്ഥാനം എന്നൊക്കെ പറയാം. ഇവിടെ ബ്ലോക്കുകളുടെ കൊണ്ട് ഒരു മനുഷ്യന് കൃത്യസമയത്ത് ഒരു സ്ഥലത്ത് എത്താൻ പറ്റില്ല. ഒരു ആംബുലൻസിന് പോലും ഒരു ആശുപത്രിയിലേക്ക് എത്താൻ പറ്റാത്ത സ്ഥിതിയാണ് ഇന്നിപ്പോൾ തൃശ്ശൂരുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുന്നംകുളം തൃശ്ശൂർ റോഡ്, ആ റോഡിൽ 25 കൊല്ലമായി ശോഭാമാളുടെ അവിടെ ബ്ലോക്ക് തുടങ്ങിയിട്ട്. ഇപ്പോഴാണ് അത് അഴിഞ്ഞു കിട്ടിയത്. ഇപ്പോൾ അവിടെ സുഗമമായി വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് കാര്യം! അപ്പോൾ ഈ കാലിലെ മന്ത് മറ്റേ കാലിലേക്ക് അയക്കുന്ന പോലെ കേച്ചേരിയിൽ ബ്ലോക്കായി. ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ് കേച്ചേരിയിൽ. റോഡിന് വീതിയില്ല. അവിടെ ഒരു പോലീസ് നിന്ന് കഥകളി കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ പ്രൈവറ്റ് ബസ്സുകാർ കുത്തി കയറ്റി കഴിഞ്ഞാൽ അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. കംപ്ലീറ്റ് ബ്ലോക്ക്. എന്നും തല്ലും തിക്കും തിരക്കും ബഹളം. ആ കടകളൊക്കെ പൊളിച്ച് കളഞ്ഞ് അവിടെ റോഡ് വീതി കൂട്ടി അവിടെ ഒരു സിഗ്നൽ സ്ഥാപിക്കാൻ എന്താണ് എത്ര വിഷമം? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതുപോലെ തന്നെ പോകുന്ന പാലം എന്നും ബ്ലോക്കാണ്. കാലത്ത് തുടങ്ങിയ ബ്ലോക്ക് വൈകുന്നേരം 12 മണി വരെ ബ്ലോക്കാണ്. ഈ ബ്ലോക്ക് തീർക്കാനും ആർക്കും സാധിച്ചിട്ടില്ല. ഇവിടുത്തെ ട്രാഫിക്കൊക്കെ പരിഷ്കരിക്കേണ്ട കാലമായി. ഇപ്പൊന്നും ആരും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. അതുപോലെ രാമദാസ് തിയേറ്റർ തൊട്ട് ആ ശങ്കരയ റോഡ് വരെ എന്നും ബ്ലോക്കാണ്. രാമദാസിനടുത്ത് വണ്ടി എടുത്ത് കോട്ടമ്പലേക്ക് എത്തുമ്പോഴേക്കും എത്തിയില്ലെങ്കിൽ എത്തിയില്ല. പല ആൾക്കാരും പല സൈഡ് റോഡിൽ കൂടെയൊക്കെ പോയിട്ടാണ് രക്ഷപ്പെടുന്നത്. അപ്പോൾ അവിടെ ഒരു റെയിൽവേ ട്രാക്ക് വന്നു, അവിടെ നിന്നും കടക്കാൻ പറ്റില്ല. ആകെ ബ്ലോക്കിൻ്റെ ഒരു കൂമ്പാരാണ് തൃശ്ശൂർ നഗരം. അപ്പോൾ ഈ കോർപ്പറേഷൻ മേയറും എത്ര മാറി മാറി വന്ന ഈ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെക്കുറിച്ചൊന്നും ഒരു ചിന്തയുമില്ല. ആൾക്കാരിങ്ങനെ പിഴിഞ്ഞെടുക്കണേലും വോട്ട് ചോദിക്കണേലൊന്നും ഒരു നാണമില്ല, ഒരു മാനമില്ല. ജനങ്ങൾക്ക് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യം, ഒരു ആംബുലൻസിന് പോകാനുള്ള ഒരു സൗകര്യം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. തൃശൂർ കുന്നംകുളം റോഡ് ദേശീയ നിലവാരത്തിലാക്കി എന്ന് മേനി പറയുമ്പോഴും ഇതാണ് കേച്ചേരിയിലെ അവസ്ഥ. ഒപ്പം തന്നെ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കൊല വിളിച്ചു വരുന്ന സ്വകാര്യ ബസ്സുകളും കേച്ചേരിയിൽ നിന്ന് 4 വരി പാതയാക്കി തൃശ്ശൂർ കുന്നംകുളം റോഡ് എന്നുള്ളത്. 4 വരി നിങ്ങളൊന്ന് പോയി നോക്ക്. കൈപ്പറമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഒരു ഒറ്റ വരിയുള്ളൂ. ആ വരിയാണ് പിന്നെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലൊക്കെ ആ മുണ്ടൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൈപ്പറമ്പ് എത്തുന്നവരെ ജീവൻ കിട്ടിയാൽ കിട്ടി. അത്ര വീതിയില്ലാത്ത റോഡിൻ്റെ ഉള്ളിൽ ഒരു ഡിവൈൻഡർ നടുക്ക് കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ 4 വരിയാകുമോ? അപ്പോൾ അതിലൊന്നും ആയില്ല. നിങ്ങൾ എന്ന് ചൂണ്ടലിലെ കുരുക്കഴിക്കുന്നോ അന്ന് മാത്രമാണ് ഈ ശാപത്തിൽ നിന്ന് തൃശ്ശൂർ ജില്ലയ്ക്ക് മോചനമുള്ളൂ. റൗണ്ടിൽ പിന്നെ പറയണ്ട, കണ്ണി കണ്ട ബസ്സുകളൊക്കെ കുത്തി കയറ്റി റൗണ്ടിൽ എപ്പോഴും തിരക്കാം. ഈ ബസ്സുകൾ എന്തിനാണ് ഈ നഗരം കാണിക്കുന്നതെന്ന് ചോദിക്കുന്നത്. പ്രൈവറ്റ് ബസ് മുഴുവൻ ശക്തനിൽ വരിക. ശക്തിയിൽ നിന്ന് ഒരു ചെറിയ ഓട്ടത്തിന് ഒരു വണ്ടി മാത്രം റൗണ്ടിലേക്ക് കയറ്റിയാൽ പോരെ. എല്ലാ വണ്ടീനും റൗണ്ടിൽ തന്നെ കയറ്റി തിരിപ്പിക്കുന്നത്. എന്താ നിങ്ങൾക്ക് ഇത്ര തിരക്ക്? ട്രാഫിക്കിൻ്റെ ഏറ്റവും വലിയ പരാജയം കാണണമെങ്കിൽ നിങ്ങൾ തൃശ്ശൂർ വരണം.